അയ്യപ്പ ഭക്തരെയും ഹൈന്ദവ വിശ്വാസത്തെയും വീണ്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ് ബിന്ദു അമ്മിണി. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് എഴുതിയിരിക്കുന്നു. അതിൽ ആവശ്യങ്ങൾ പലതാണ്. ഒന്ന്, ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കണം. മറ്റൊന്ന്, ശബരിമലയിൽ വീണ്ടും പ്രവേശിക്കണം. അതിന് സർക്കാരിൻ്റെ സംരക്ഷണം വേണം, സർക്കാരിൻ്റെ പിന്തുണ വേണം എന്നുള്ളത്. തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയ്യപ്പ ഭക്തരെ നേർക്കുനേർ വെല്ലുവിളി. അരുൺ കൊടുങ്ങൂർ തുടരുകയാണ്. അരുൺ, നേരത്തെ SJR കുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അന്ന് ശബരിമലയിലെത്തിയ ബിന്ദു അമ്മിണിക്ക് സംരക്ഷണം ഒരുക്കിയത് ആര് എന്നറിയാം, ആരുടെ അറിവോടെയാണ് എത്തിയതെന്നറിയാം. ഇത് പൊതുജനങ്ങൾ പറഞ്ഞതല്ല, ഭക്തർ മാത്രം പറഞ്ഞതല്ല. പത്തനംതിട്ട പോലീസ് അന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ്. അതും മറക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത്തവണ ഈ വെല്ലുവിളി അതും യാദൃശ്ചികം മാത്രമാണെന്ന് കരുതുകയും വയ്യ. കാരണം മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഭക്തരെ വെല്ലുവിളിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു തുറന്ന കത്ത് ബിന്ദു അമ്മിണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം യാദൃശ്ചികം മാത്രമാണെന്ന് നമുക്ക് എങ്ങനെ എഴുതിത്തള്ളാൻ കഴിയും? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് സർക്കാരിന്റെ പൂർണ്ണ സംരക്ഷണയിലാണ് താൻ ശബരിമലയിലേക്ക് എത്തുക എന്ന് ഒരിക്കൽ കൂടി ബിന്ദു അമ്മിണി പരസ്യമായി സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണം, എല്ലാവിധ സുരക്ഷയും ക്രമീകരണങ്ങളും ഒരുക്കണമെന്നുള്ള ഒരു ആവശ്യവുമായി ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ അയ്യപ്പ ഭക്ത സംഗമം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ, ഈ ഒരു പ്രഖ്യാപനം വന്ന സമയത്ത് തന്നെ ഹൈന്ദവ സംഘടനകൾ ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ആരൊക്കെയാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുക. 3000-ഓളം ഭക്തർ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സർക്കാർ ദേവസ്വം മന്ത്രി അന്ന് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അത് ആരൊക്കെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം നൽകാൻ ദേവസ്വം അധികൃതരോ അതോടൊപ്പം തന്നെ സർക്കാരോ ദേവസ്വം മന്ത്രിയോ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ത്, ഈ രണ്ട് ചോദ്യങ്ങൾ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനപ്പെട്ട ഈ രണ്ട് ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഏറ്റവും ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും ആശങ്കയായി നിൽക്കുന്നത്. കാരണം ശബരിമലയെ സംബന്ധിച്ചോളം ഭക്തരുടെ ഒരു വികാരം, അത് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾ അത് ഏറ്റവും പവിത്രമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ ആചാരങ്ങൾ തച്ചു തകർത്ത ഒരു സർക്കാർ നാമം ജപിച്ച ഭക്തർക്ക് അരുൺ, ഞാൻ ഇടപെടുകയാണ്.